ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ക്രാബ് റോസ്റ്റുമായാണ് എത്തിയിരിക്കുന്നത്. അതായത് നമ്മുടെ ഞണ്ട് വറവാണിത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു ഞണ്ട് വറവാണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ആദ്യം ഇവിടെ ഞാൻ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഞാനിവിടെ ഞണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് ഇനി ഒരു 3 ഉള്ളി കൂടി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ 4 എണ്ണം എടുക്കണം. ഇവിടെ ഞാൻ 3 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതുപോലെ നമ്മൾ ഞണ്ട് വറുക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഉള്ളിയും തേങ്ങയൊക്കെ ചേർത്താൽ കുറച്ച് പറ്റുണ്ടാകും. പക്ഷേങ്കിൽ കൂടുതലായിട്ട് ഉള്ളി ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ മതിർക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. ഈ ഞണ്ട് വറവ് ഉണ്ടാക്കുന്നതിന് നമുക്ക് കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ആകെ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും മാത്രമാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് അടുപ്പത്തേക്ക് വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾക്കൊരു മൂടി കൊണ്ട് പൊത്തി വെച്ച് ഇത് നന്നായിട്ടൊന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഞണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കത്തിക്കുന്നത്. കാരണം ഈ ആകെ നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളെങ്കിലും അത് നന്നായിട്ട് വറ്റേണ്ടതുണ്ട്. പിന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് കത്തിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് വീണ്ടും കുറച്ച് സമയം പൊത്തിവെച്ചൊന്ന് വേവിക്കാം. വളരെ കുറച്ച് സമയം പൊത്തിവെച്ചാൽ മതി. വീണ്ടും ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിതിൽ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറേ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി തീ കുറച്ച് വെച്ചൊന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ അതിലുള്ള ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറിലേക്ക് ആയി വരും. ആ സമയം വരെ അത്ര വരെ നമ്മൾക്കൊന്ന് തീ കുറച്ചൊന്ന് വെക്കാം. ഇനി ഇതുപോലെ ആക്കുന്ന സമയത്ത് ചിലപ്പോൾ ഞണ്ടിലെ വെള്ളം പെട്ടെന്നൊന്നും വറ്റുന്ന വരില്ല. നമ്മൾ വളരെ കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ എങ്കിലും ഇത് പെട്ടെന്നൊന്നും ഡ്രൈ ആയി കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇതാക്കിയെടുക്കാം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളുടെ ചിരണ്ട തേങ്ങ ഇവിടെ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടിയത് ചേർക്കുന്ന സമയത്ത് ഞണ്ടിലുള്ള വെള്ളം കുറച്ചും കൂടി വറ്റിയ പോലെ കാണാം. അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ തീ കുറച്ചിട്ട് ആക്കിയെടുത്താലും മതി. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വളരെ തീ കുറച്ചിട്ട് കുറച്ച് സമയം കൂടി നമ്മൾക്കിങ്ങനെ വെക്കാം. തീ കുറച്ചെന്ന് കരുതി നമ്മൾ ഇതുപോലെയൊന്നും ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. കാരണം ഞാനിവിടെ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ അടിക്ക് പറ്റി ആകെ ഇതായി പോകും. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നമ്മൾക്കിതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഞണ്ട് വറവ് ഏകദേശം ഒന്ന് റെഡി ആയിരിക്കുകയാണ്. ഇതിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ഏറ്റവും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ഉപ്പും എരിവൊക്കെ എല്ലാം പാകത്തിനാണ് ഉള്ളത്. ഞണ്ടിന് അങ്ങനെ കൂടുതൽ വേവൊന്നുമില്ല. ജസ്റ്റ് ചൂടാകുമ്പോൾ തന്നെ ഞണ്ട് വെന്ത് വന്നോളും. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് ആയി ആ ഞണ്ടിൻ്റെ ഒരു ടേസ്റ്റൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ തീ കുറച്ച് വെക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് കൂടി ഒന്ന് നന്നായിട്ട് തീ കുറച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി.
അങ്ങനെ നമ്മുടെ ഞണ്ട് വറവ് ഇവിടെ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് വെളുത്തുള്ളി ചതച്ചത് കൂടി ഒന്ന് ചേർക്കാനുണ്ട്. ഞാനിവിടെ 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ജീരകം പൊടിച്ചത് കൂടി ചേർക്കുന്നുണ്ട്. ഈ വെളുത്തുള്ളിയും ജീരകം പൊടിച്ചതിൽ നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഈ ഞണ്ടിലേക്ക് നമ്മൾക്കിത് ചേർക്കാം. ഞണ്ടിലേക്ക് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഈ വറവ് ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ഞണ്ട് വറവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് കൊടുക്കാൻ മടി കാണിക്കരുത്. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനിയൊരു പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.